ഹായ് ഓൾ, ഇന്ന് ഞാൻ റവയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ളൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഔട്ട് സൈഡ് റവ കൊണ്ട് നല്ല ക്രിസ്പിയും ഇൻസൈഡ് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള നല്ല സോഫ്റ്റ് മസാലയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇത്. അപ്പം നമുക്ക് ടൈം കളയാതെ ഈ സൂചി കച്ചോരിയുടെ റെസിപ്പി നോക്കിയാലോ. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇതിൽ 2 ഉരുളക്കിഴങ്ങിനെ ഞാൻ ബോയിൽ ചെയ്തിട്ട് സ്മാഷ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് റവ പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ്ങിനെ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റവ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി വെള്ളം ആഡ് ചെയ്യാം. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ഈ റവയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. സ്പൈസിക്ക് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളപ്പിക്കാം. വെള്ളം തിളക്കുമ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് റവ ആഡ് ചെയ്യാം. റവ ഏതായാലും കുഴപ്പമില്ല, വറുത്തതോ വറുക്കാത്തതോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഉപ്പാവിനാക്കട്ടം കുറച്ചും കൂടി ലൂസുള്ള പാകത്തിലാക്കാം. ഈ ഒരു പാകത്തിൽ മതി കേട്ടോ. ഇനി ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനെ ഓവറായിട്ട് കൂളാക്കാൻ പാടില്ലേ. ഇതിനെ നമ്മുടെ കൈക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ചൂടില്ലേ, അതിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഇത് ഓവറായി തണുത്ത പ്രശ്നം നമുക്കിതിനെ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല, പിന്നെ എണ്ണയിൽ നിന്ന് ഇത് പൊട്ടി പോകും. ഇത് ജസ്റ്റ് തണുക്കുന്ന ടൈം കൊണ്ട് നമുക്കിതിൽ ഫില്ലിങ് തയ്യാറാക്കാം. ഞാനിവിടെ 2 ബോയിൽ ചെയ്ത പൊട്ടറ്റോ നല്ലപോലെ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ചോപ്പ് ചെയ്ത് 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ നല്ലപോലെ അരിഞ്ഞ മല്ലിയില, പിന്നെ 1 ടീസ്പൂൺ ചോപ്പ് ചെയ്ത ഇഞ്ചി. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ മസാലക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണേ. അപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കണേ, റവ തണുക്കുന്നതിന് മുന്നേ. ഇനി നമുക്ക് കച്ചോരി പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇത്തിരി ഓയിലൊന്ന് കയ്യിൽ അപ്ലൈ ചെയ്യണേ. ഇനി ഇതിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ എടുക്കുക. ഒരു നാരങ്ങ വലുപ്പത്തിനവിടെ കുറച്ചും കൂടി കൂടുതലുള്ള വലുപ്പം. നല്ലപോലെ ഉരുട്ടി ബോളാക്കിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചെറിയ പോർഷൻ ഫില്ലിംഗ് എടുത്തിട്ട് ഇതിൻ്റെ മിഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ കവർ ചെയ്തെടുക്കാം. ഫില്ലിംഗ് പുറത്ത് കാണാത്ത പോലെ കവർ ചെയ്യണേ. ഇനി ഇതിനെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ട് ഒരു ബോളിൻ്റെ ഒക്കെ ഷേപ്പാക്കി എടുക്കാം. ഈ ഷേപ്പാക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ പുറംഭാഗമൊക്കെ നല്ലപോലെ സ്മൂത്ത് ആക്കണേ. ഇനി ഇത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു ഫ്ലാറ്റ് ഷേപ്പ് ആക്കി എടുക്കുക. ഇതുപോലത്തെ ഒരു ഷേപ്പാണേ വേണ്ടത്. ഇനി ബാക്കിയുള്ള കച്ചോരി കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാൻ എല്ലാ കച്ചോരി ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഓയിൽ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായാലും ഫ്ലെയിം മീഡിയത്തിൽ വെക്കണേ. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചത് കച്ചോരികൾ ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ 3 അല്ലെങ്കിൽ മാക്സിമം 4 കച്ചോരീസ് ഇടുണ്ടോ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇതിന് ചെറുങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഒന്ന് സെറ്റായിട്ടാണേ മറിച്ചിടാൻ പാടില്ല, ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഇതും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഫ്രൈ ആക്കി നമുക്കൊരു 1 മിനിറ്റ് കൂടി ഇതിനെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴത്തേക്ക് ഇത് കറക്റ്റ് പാകമായിട്ടുണ്ടാവും. ഇതിപ്പോൾ നല്ലപോലെ ഫ്രൈ ആക്കി ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സൂചി കച്ചോരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് പറയണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായാലും വീഡിയോ കണ്ടും ലൈക്ക് ചെയ്തും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ആക്കിയാലാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.